In each of the two pictures below, a triangle is divided into two smaller triangles. Find what parts of area of whole triangle are the areas of the small triangles in each picture. അതായത് താഴെ ഫിഗറിൽ രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിനെയും വീണ്ടും രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിളിൽ ഫോം ചെയ്തിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ഇല്ലേ, ഈ ട്രയാങ്കിൾസ് ഈ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ നോക്കാം. ഈ ട്രയാങ്കിളിൽ എ ബി സി ഡി എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ബി ഡി സിയും ഈ വലിയ ട്രയാങ്കിളായ എ ബി സിയുടെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ട്രയാങ്കിൾ എ ബി സി വലിയ ട്രയാങ്കിളിൻ്റെ സി എന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ എ ബിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് എന്ത്, ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ബി ഡി സിയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ സൈഡിൻ്റെ റേഷ്യോ, സൈഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള അതേ റേഷ്യോ ആയിരിക്കും അല്ലേ. സൈഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള റേഷ്യോ ഏതാ, എ ഡി ഈസ് ടു ഡി ബി ആണ് അല്ലേ, അതായത് 2:6 ആണ് അല്ലേ. അത് റേഷ്യോ തന്നെ ആയിരിക്കും ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 2:6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് നമുക്കറിയാം 2:6 എന്ന് വെച്ചാൽ എന്താ, 2/6 ആണ്. ദാറ്റ് ഈസ് 2നെ നമുക്ക് 2:1 എന്ന് എഴുതാം, ബൈ 6നെ നമുക്ക് 2:3 എന്ന് എഴുതാം അല്ലേ. കാരണം 2:3 എന്ന് വെച്ചാൽ 6 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലെ 2ഉം ഡിനോമിനേറ്ററിലെ 2ഉം ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള 3 ആണ് അല്ലേ. അതായത് 1:3 ആണ് എന്ത്, 2:6 എന്ന് വെച്ചാൽ അല്ലേ. സോ ദിസ് ഈസ് 1:3. ഇതാണ് ഈ രണ്ട് ട്രയാങ്കിൾസും തമ്മിലുള്ള റേഷ്യോ, 1:3 ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സിയുടെ പാർട്ടാണ് എന്ത്, 1 അല്ലേ. ആദ്യത്തെ റേഷ്യോയിൽ ആദ്യത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ആണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സിയുടെ പാർട്ടാണ് 3 എന്നുള്ളത് അല്ലേ. രണ്ടാമത് വരുന്നത് റേഷ്യോ രണ്ടാമത് വരുന്നതാണ് ട്രയാങ്കിൾ ബി ഡി സി, അപ്പോൾ അതാണ് 3 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി എക്സ് എന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി 3x എന്നും എടുക്കാം അല്ലേ. കാരണം 1:3 റേഷ്യോയിലാണ്. നമുക്കറിയാം ഈ ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ബി ഡി സിയും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ വലിയ ട്രയാങ്കിൾ, ലാർജ് ട്രയാങ്കിൾ, ഹോൾ ട്രയാങ്കിൾ ഉണ്ടാവുന്നത് അല്ലേ. അതായത് ട്രയാങ്കിൾ എ ബി സി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, x + 3x അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ x + 3x 4x ആണ് അല്ലേ. സോ 4x ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 4നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 4നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /4 ആകും. സോ x ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി /4 അല്ലെങ്കിൽ 1/4 ഇൻറ്റു /4 എന്ന് വെച്ചാൽ 1/4 ആണ് അല്ലേ. 1/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1/4 ഇൻറ്റു ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കിട്ടി. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി അറിയാലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി എന്തായിരുന്നു, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈസ് ഈക്വൽ ടു എക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. നോക്കൂ, അപ്പോൾ എക്സ് എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ് അല്ലേ. സോ ദിസ് ഈസ് 1/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിൾ, യെല്ലോ കളർ ട്രയാങ്കിൾ എ ഡി സി എന്ന ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളായ എ ബി സിയുടെ 1/4 പാർട്ടാണ്. അപ്പോൾ മറ്റേ ട്രയാങ്കിൾ ബി ഡി സി എന്തായിരിക്കും, അത് 3x ആയിരുന്നു അല്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി. അപ്പോൾ 3x എന്ന് വെച്ചാൽ 3 ഇൻറ്റു എക്സ് എന്താ 1/4 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 1/4 3/4 ആണ് അല്ലേ. അപ്പോൾ 3/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഇതിന് നമുക്ക് പി ക്യു ആർ എസ് എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഈ പി ക്യു ആർ എന്ന ട്രയാങ്കിളിൻ്റെ പി എന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ക്യു ആറിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള രണ്ട് ട്രയാങ്കിളാണ് ആർ പി എസും ട്രയാങ്കിൾ ക്യു പി എസും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ആ സൈഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള റേഷ്യോ തന്നെ ആയിരിക്കും അല്ലേ. അതേതാണ് റേഷ്യോ, ഇത് ആർ എസ് ഈസ് ടു എസ് ക്യു എന്ന റേഷ്യോ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആർ പി എസ് ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു പി എസ് ഈസ് ഈക്വൽ ടു 2:4 ആണ്. ടു ഈസ് ടു 4 എന്ന് വെച്ചാൽ എത്രയാണ്, 2/4 ആണ്.
അപ്പോൾ 2നെ നമുക്ക് 2 into 1 എന്ന് എഴുതാം, 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 2 ഡിനോമിനേറ്ററിലുള്ള 2 ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള 1/2 അല്ലേ, അതായത് 1:2 ആണ്. 2:4 എന്ന് വെച്ചാൽ എന്താ 1:2 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോയിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ RPS ആണ് ഫസ്റ്റ് റേഷ്യോയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത് 1. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ QPS ആണ് റേഷ്യോയിൽ രണ്ടാമത്തത്, അതാണ് എന്ത് 2 എന്ന പാർട്ട് അല്ലേ. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ RPS X എന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ QPS 2X എന്നും എടുക്കാം. കാരണം എന്താണ്, ഇത് 1:2 റേഷ്യോയിലാണല്ലോ. പക്ഷെ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസും ഏരിയ ഓഫ് ട്രയാങ്കിൾ RPSഉം ഏരിയ ഓഫ് ട്രയാങ്കിൾ QPSഉം കൂടി കൂടുമ്പോഴാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR കിട്ടുന്നത് അല്ലേ, ഈ വലിയ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, X + 2X = എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. X + 2X 3X ആണ് അല്ലേ. സോ 3X = ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. അപ്പോൾ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലോ. അപ്പോൾ ഇൻറ്റു 3 കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. അതായത് X = 1/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ RPSഉം ഏരിയ ഓഫ് ട്രയാങ്കിൾ QPSഉം കാണാമല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ RPS എത്രയായിരുന്നു, X ആണല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, എന്താണ് 1/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. PQR ആണല്ലോ വലിയ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ RPS എന്ന ട്രയാങ്കിൾ ഏത്, PQR എന്ന ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന്റെ 1/3 പാർട്ടാണ്. ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാണ്, ട്രയാങ്കിൾ QPS ആണ് അല്ലേ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ QPS എത്രയാണ്, 2X ആയിരുന്നല്ലോ അല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു X എന്താ 1/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/3 എന്ന് വെച്ചാൽ 2/3 ആവും അല്ലേ. 2/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR അല്ലെങ്കിൽ ഹോൾ ട്രയാങ്കിൾ. PQR ആണ് ഈ വലിയ ട്രയാങ്കിൾ. The top vertex of a triangle is joined to the midpoint of the bottom side, and then the point dividing this line in the ratio 2:1 is joined to the other two vertices are shown in the picture below. What fraction of the area of original large triangle are the areas of 3 small triangles in the third picture? അതായത് താഴെ ഫിഗറിൽ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, ലാർജ് ട്രയാങ്കിൾ. ഇതിനെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഫിഗറിലുള്ള പോലെ ഉള്ള ഒരു ഫിഗർ കിട്ടി. ഇനി സെക്കൻഡ് ഫിഗറിൽ എന്ത് ചെയ്തു, ഈ ലൈനിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് മറ്റ് രണ്ട് വെർട്ടസിലേക്കും ജോയിൻ ചെയ്തപ്പോൾ സെക്കൻഡ് ഫിഗർ കിട്ടി. അപ്പോൾ ഈ ഇതിലുള്ള ട്രയാങ്കിൾസ്, സെക്കൻഡ് ഫിഗറിലെ ട്രയാങ്കിൾസ് ഇങ്ങനെ ഉള്ള ഈ 3 ട്രയാങ്കിൾസ് ആണ് തേർഡ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്മോൾ ട്രയാങ്കിൾസ് ഇല്ലേ തേർഡ് ഫിഗറിലെ, ഈ സ്മോൾ ട്രയാങ്കിൾസ് നമ്മുടെ ലാർജ് ട്രയാങ്കിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ABCD എന്ന് നെയിം ചെയ്യാം. സെക്കൻഡ് ഫിഗറിൽ നോക്കൂ, CE:ED എന്താ 2:1 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ റേഷ്യോ CE:ED എന്ന റേഷ്യോ 2:1 ആണ് അല്ലേ. അപ്പോൾ എയിൽ നിന്നും ഇയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഈ 2 ട്രയാങ്കിൾസ്, ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ള 2 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ AECയും ട്രയാങ്കിൾ AEDയും അല്ലേ. ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈ 2:1 ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആ സൈഡ് ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ ACE ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്തായിരിക്കും, 2:1 ആയിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഏരിയ ഓഫ് ട്രയാങ്കിൾ AED എന്തായിരിക്കും ആ റേഷ്യോ, CE:ED അല്ലേ. അതായത് 2:1, CE:2:1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 2:1. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC 2x എന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ AED x എന്നും എടുത്തുകൂടെ. കാരണം ഇതെന്താ റേഷ്യോ 2:1 റേഷ്യോയിലാണ്. അപ്പോൾ അങ്ങനെ എടുക്കാം.
Area of triangle AEC is equal to 2x. Area of triangle AED x. കാരണം എന്താണ്, ഇവ 2:1 റേഷ്യോയിലാണ്, അതുകൊണ്ട് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം രണ്ടിനെയും അല്ലേ. അതേപോലെ ഈ CD എന്ന സൈഡായിക്കൊണ്ട് മറ്റൊരു ട്രയാങ്കിൾ കൂടി ഉണ്ട് അല്ലേ. ഈ റൈറ്റിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്തായിരിക്കും? ഈ CE:ED തന്നെയായിരിക്കും, 2:1 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഏരിയ ഓഫ് ട്രയാങ്കിൾ BED ഈസ് ഈക്വൽ ടു 2:1 തന്നെയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BED ഈസ് ഈക്വൽ ടു എന്താണ്? 2:1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC 2y എന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ BED y എന്നും എഴുതാമല്ലോ. കാരണം എന്താണ്? രണ്ടും 2:1 റേഷ്യോയിലാണ്. കാരണം 2:1 റേഷ്യോയിലായതുകൊണ്ട് വൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം അല്ലേ രണ്ടിനെ. അപ്പോൾ BEC 2 പാർട്ടാണുള്ളത്, അപ്പോൾ 2y എന്നും, BED 1 പാർട്ടാണുള്ളത്, അപ്പോൾ y എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ AECയുടെ ഏരിയ 2x ആണ്. ട്രയാങ്കിൾ AEDയുടെ ഏരിയ എന്താ? x ആണെന്ന് കണ്ട്. പിന്നെ ട്രയാങ്കിൾ BECയുടെ ഏരിയ 2y ആണെന്ന് കണ്ട്. പിന്നെ ട്രയാങ്കിൾ BEDയുടെ ഏരിയ y ആണെന്ന് കണ്ടു അല്ലേ. ഇതൊക്കെ നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട് ഈ D എന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്, ABയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ. AD ഈസ് ടു DB എന്ന് പറയുന്നത് എന്താണ്? 1:1 ആയിരിക്കും. കാരണം എന്താണ്? ADയും DB ഈക്വൽ ആണ്, കാരണം D മിഡ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, ടോപ്പ് വെർട്ടെക്സ് ഓഫ് ട്രയാങ്കിൾ ഈസ് ജോയിൻ ടു ദ മിഡ് പോയിന്റ് ഓഫ് ബോട്ടം സൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ട്രയാങ്കിളിൽ അല്ലേ. അപ്പം ADയും DB ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈ റേഷ്യോ 1:1 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ഇത് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്താണ്? 1:1 ആണ് അല്ലേ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC എന്ന് പറയുന്നത് എന്താണ്? 1:1 ആണ്. അതിനർത്ഥം എന്താണ്? റേഷ്യോ 1:1 ആണെന്ന് അർത്ഥം. രണ്ടും ഈക്വൽ ആണ് അല്ലേ. 1ഉം 1ഉം രണ്ടും സെയിം ആണ്, റേഷ്യോയിൽ രണ്ടിനും സെയിം പാർട്ടാണുള്ളത്. അതിനർത്ഥം എന്താ? ഈ രണ്ട് ഏരിയയും ഈക്വൽ ആണെന്നാണ് അർത്ഥം അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC. ഓക്കെ, പക്ഷേ ഈ സെക്കൻഡ് ഫിഗറിൽ നോക്കൂ, ട്രയാങ്കിൾ ADCയുടെ ഏരിയ എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 2x എക്സും കൂടി കൂടുമ്പോഴാണ് ട്രയാങ്കിൾ ADC സെക്കൻഡ് ഫിഗറിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADCക്ക് പകരം എന്തെഴുതാം? 2x + x എന്ന് എഴുതാം അല്ലേ. സോ 2x + x ഈസ് ഈക്വൽ ടു, ഇനി സെക്കൻഡ് ഫിഗറിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC വരുന്നത് ഏതൊക്കെയാണ്? 2y എന്ന പാർട്ടും വരുന്നുണ്ട്, y എന്ന പാർട്ടും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ട്രയാങ്കിൾ BDC ഉണ്ടാകുന്നത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC 2y + y എന്ന് എഴുതാം. ഓക്കെ, 2x + x 3x ആണ്, ഈസ് ഈക്വൽ ടു 2y + y 3y ആണ്. അപ്പോൾ 3x ഈസ് ഈക്വൽ ടു 3y, അതിനർത്ഥം എന്താ? x ഈസ് ഈക്വൽ ടു y എന്നാണ് അർത്ഥം അല്ലേ. എക്സും വൈയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി തേർഡ് ഫിഗറിൽ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ AEC, ട്രയാങ്കിൾ BEC, ട്രയാങ്കിൾ AEB. ഈ മൂന്ന് ട്രയാങ്കിൾസ് തേർഡ് ഫിഗറിലെ ഈ മൂന്ന് ട്രയാങ്കിൾസിൻ്റെയും ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവയുടെ റേഷ്യോ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC എന്ന് പറയുന്നത് എന്താ? 2x ആണ് അല്ലേ, ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, 2y ആണ്, ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB. AEBയിൽ വരുന്ന ഇത് ഈ എക്സും വൈയും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത്? AEB വരുന്നത് അല്ലേ. സെക്കൻഡ് ഫിഗർ നോക്കിയാൽ അറിയാം. അപ്പോൾ AEB എന്ന് പറയുന്നത് x + y ആണ്. പക്ഷേ നമ്മൾ കണ്ടു x ഈസ് ഈക്വൽ ടു y, എക്സ് ഈ y ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ എക്സിന് പകരം നമുക്ക് y എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് 2x ഈസ് ടു എക്സിന് പകരം yക്ക് പകരം x കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2x ഈസ് ടു
എക്സ് പ്ലസ് വൈ, അതായത് എക്സ് പ്ലസ് എക്സ് എന്നിവ വരും അല്ലേ, കാരണം വൈക്ക് പകരം എക്സ് കൊടുത്തു. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x അല്ലേ. അപ്പോൾ എന്താ 2x ഈസ് ടു 2x ഈസ് ടു 2x അല്ലേ. അപ്പോൾ എല്ലാത്തിലും 2x ആണ്, അതായത് എല്ലാം സെയിം ആണ് അല്ലേ. അപ്പോൾ അതെന്താ 1:1 റേഷ്യോയിലാണ് ഇതുള്ളത്. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്താണ് 1:1 ആയതുകൊണ്ട് എല്ലാം സെയിം പാർട്ടാണ്. എല്ലാത്തിനും ഒരേ പാർട്ടാണ്, 1:1 സെയിം പാർട്ടാണ്. അതിനർത്ഥം എന്താണ്, ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്താണ് ഈക്വൽ ആണ് അല്ലേ. തേർഡ് ഫിഗറിലുള്ള 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB. അല്ലേ. അപ്പോൾ ഈ 3 ട്രയാങ്കിൾസിനെയും സെയിം ഏരിയ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ എത്ര പാർട്ടാണ്, വലിയ ട്രയാങ്കിളിൻ്റെ എത്ര പാർട്ടാണ്, ഈ വലിയ ട്രയാങ്കിൾ ABCയുടെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. കാരണം 3ൻ്റെയും ഏരിയ സെയിം ആണെന്ന് കണ്ട്, അപ്പോൾ ഇത് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു പാർട്ടാണ് ട്രയാങ്കിൾ AEC, മറ്റൊരു പാർട്ടാണ് ട്രയാങ്കിൾ BEC, മറ്റൊരു പാർട്ടാണ് ട്രയാങ്കിൾ AEB അല്ലേ. അപ്പോൾ ഓരോ ട്രയാങ്കിൾസും എന്താണ് 1/3 3 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ടാണ് അല്ലേ. ഈ വലിയ ട്രയാങ്കിളിനെ 3 ഈക്വൽ പാർട്ടാക്കി അതിൽ ഒരു പാർട്ടാണ് ട്രയാങ്കിൾ AEC അല്ലേ. അതേപോലെ ഒരു പാർട്ടാണ് BEC, അതേപോലെ മറ്റൊരു പാർട്ടാണ് AB. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എന്ന് പറയുന്നത് എന്താണ്, 3 പാർട്ടിൽ ഒരു പാർട്ട്, 3 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട് അല്ലേ. അതായത് 1/3, അതായത് 1/3. എന്തിൻ്റെ 1/3 പാർട്ടാണ്, ഈ ലാർജ് ട്രയാങ്കിൾ അല്ലേ, ഒറിജിനൽ ലാർജ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ABCയുടെ 3 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ടാണ് ഈ ഓരോ ട്രയാങ്കിളും അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്ത്, ഇവയൊക്കെ ഓരോന്നും ഈക്വൽ ആണ് എന്തിന്, 1/3 ഇൻറ്റു ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ABC എന്ന് എഴുതാം. The picture shows a quadrilateral divided into 4 triangles by its diagonal. Areas of 3 of these are marked in the picture. Find the area of whole quadrilateral. അതായത് താഴെ ഫിഗറിൽ ഒരു quadrilateral കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയഗണൽസ് ജോയിൻ ചെയ്തപ്പോൾ 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ 3 ട്രയാങ്കിൾസിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സൈഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തന്നെ ആയിരിക്കും അപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെയും ഏരിയ അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് ABCDE എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് AE ഈസ് ടു EC എന്ന് പറഞ്ഞാലേ, ഈ AC എന്നത് ട്രയാങ്കിൾ ADCയുടെ ഒരു സൈഡാണ് അല്ലേ. അപ്പോൾ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തന്നെയായിരിക്കും എന്ത്, ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയ. അതായത് ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CDE എന്ന് പറയുന്നത് എന്താണ്, AE ഈസ് ടു EC ആണ് അല്ലേ. നമുക്ക് എന്ത് എഴുതാം, AE ഈസ് ടു EC എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CDE. അതേപോലെ ഈ AC എന്നത് ഈ ട്രയാങ്കിൾ ABCയുടെയും ഏരിയ ആണല്ലോ, ഈ താഴെയുള്ള വലിയ ട്രയാങ്കിളുടെയും ഏരിയ ആണ്. അപ്പോൾ ഈ B എന്ന വെർട്ടെക്സിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ട്രയാങ്കിൾ AEBയും ട്രയാങ്കിൾ BECയും അല്ലേ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയയുടെ റേഷ്യോ തന്നെ ആയിരിക്കും AE ഈസ് ടു EC അല്ലേ. അപ്പോൾ AE ഈസ് ടു EC എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CEBയും ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എത്രയാണ്, 60 ആണ് തന്നിട്ടുണ്ട്. സോ 60 ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CDE എത്രയാണ്, 30 ആണെന്ന് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB തന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അത് അതേപോലെ എഴുതാം.
ഏരിയ ഓഫ് ട്രയാങ്കിൾ എ വി ബി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഇ ബി എത്രയാണ് 40 ആണ് അല്ലേ. അപ്പോൾ ഈ റേഷ്യോയെ നമുക്ക് ബൈ രൂപത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? 60/30 ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി ബൈ 40 എന്ന് എഴുതാം അല്ലേ. അതായത് സെയിം റേഷ്യോയെ ഈ ഈസ്റ്റുവിനെ ബൈ രൂപത്തിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 40 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ബൈ 40 ഇക്വൽറ്റുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 40 ആകും. സോ 60/30 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി. 60/30 2 ആണല്ലേ. അപ്പോൾ 2 × 40 80 ആണ്. സോ 80 ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി. അപ്പോൾ ട്രയാങ്കിൾ എ ഇ ബിയുടെ ഏരിയ 80 ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഈ 4 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ആണ് അല്ലേ. 3 ട്രയാങ്കിൾസിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 60, 30, 40. അവയുടെ സമ്മ് 60 + 30 + 40. പിന്നെ അറിയാത്ത ട്രയാങ്കിൾ എ ഇ ബിയുടെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, അത് 80 ആണ് അല്ലേ. +80 അത് എത്രയാണ്? 60 + 30 90, 90 + 40 130, 130 + 80 210 ആണല്ലേ. അപ്പോൾ 210 യൂണിറ്റ് എന്താണ്? എല്ലാം സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് അല്ലേ. അപ്പോൾ SQ cm അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ.